താമരശ്ശേരിക്കടുത്ത് ഈങ്ങാംപോയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നല്ലോ അല്ലെ. ഭർത്താവായിട്ടുള്ള യാസർ ഭാര്യയായിട്ടുള്ള ശിബിലയുടെ വീട്ടിൽ കയറി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ശിബിലയുടെ മാതാപിതാക്കളെ വെട്ടി പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഇന്നിപ്പോ വീണ്ടും ഈ വിഷയം എടുത്ത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലപ്പെട്ട ശിബിലയുടെ സഹോദരി ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. യാസറിന്റെ ഉമ്മയടക്കം ചില കാര്യങ്ങൾ സഹോദരി പറഞ്ഞു വെക്കുന്നുണ്ട്. യാസറിന്റെ ഉമ്മ മകനെ ന്യായീകരിച്ച് രംഗത്ത് വന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഉമ്മയും ആളത്ര ശരിയല്ലെന്ന് അന്നേ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ശിബിലയുടെ സഹോദരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. ഓന് എപ്പോഴും ഓൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടാവലുണ്ട്, ഓളെ പേടിപ്പിക്കലുണ്ട് എന്നും പറഞ്ഞു. ഓനെപ്പോഴും കള്ളു കുടിക്കും, വീടി വലിക്കും, എപ്പോഴും കള്ളു കുടിച്ചാണ് വീട്ടിൽ വരലെന്ന്, ടോക്ക് എടുത്ത് കെടുക്കാനൊക്കെ പേടിയാണെന്ന് പറയലുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനുള്ളത് ഞങ്ങൾക്ക് ഓർമ്മല്ല. ഓല് രണ്ടാളും സ്നേഹിച്ച് പോയതാണ്. അന്നപ്പോ ആ ഒരു 3 വർഷം ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ പിന്നാണ് മോളുണ്ടായാലാണ് ഓൾ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞാലുള്ളതൊന്നും ഇപ്പോഴാണ് 2 പ്രാവശ്യം അവള് തെറ്റി ഇവിടെ വന്ന്. ഒരു പ്രാവശ്യം അവള് തെറ്റി വന്നപ്പോ പിന്നെ ഓൻ അതേ സ്പോട്ടിൽ ഇങ്ങോട്ട് വന്ന് പിന്നെ ഓളെ നല്ലോണം നല്ലോണം നോക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. ഞാൻ പുറേ പോയപ്പോ ഓളെ റൂമിലിട്ട് അടിച്ച് കുറെ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ഓളിനോട് പറയലുണ്ടായി. പക്ഷെ എന്താന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഓള് പറഞ്ഞിട്ടില്ല. അടുത്ത താത്തനോടും പറഞ്ഞു കുറെ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയൂല. ഈ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നതുകൊണ്ട് സഹോദരി ഉദ്ദേശിച്ചത് യാസറിന്റെ ലൈംഗിക വൈകൃതത്തെ കുറിച്ചാവുമെന്ന് തോന്നുന്നു. അതായത് യാസർ ലഹരി ഉപയോഗിച്ച് വന്ന് ശിബിലയെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിനോടൊപ്പം തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. യാസർ തന്നോട് ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുമായിരുന്നു എന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ശിബില തന്നെ അവിടുത്തെ ലീഗൽ അതോറിറ്റി ഓഫീസർ ആയിട്ടുള്ള വനിതാ പ്രവർത്തകയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരുടെ വാക്കുകളൊന്ന് കേട്ടോക്കാം. ശിബില എപ്പോഴും ഇവന് ആക്രമണം ആണ് ഉണ്ടാവല്. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തോളം നല്ല നിലക്ക് ജീവിച്ച് പോന്നിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യും. മദ്യപിച്ചിട്ടൊക്കെ വന്നിട്ട് എപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങളാണ്. ഇവർ വേറെ മാറി താമസിച്ചതായിരുന്നു, തനിച്ചാണ് താമസിക്കുന്നത്. പിന്നീടാണ് വീട്ടിലേക്ക് ഇവൻ്റെ അക്രമം കാരണം ഇവർ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ഇവനെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ലീഗൽ പരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്കിങ്ങനെ തീരെ താല്പര്യമില്ല. കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ടും ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു. പിന്നെ ദേഹോപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് കൂടുതലും പറഞ്ഞത്. പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് എനിക്ക് കാണിക്കുന്നുണ്ട്. അതാണ് തീരെ പറ്റാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, യാസറിന്റെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ച് സഹോദരിയോടും വീട്ടുകാരോടും ശിബിലയ്ക്ക് പറയാൻ മടിയുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാവണം പറയാൻ പറ്റാത്ത വേറെയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ശിബില ഒഴിഞ്ഞു മാറിയത്. പക്ഷെ പോലീസിൽ പരാതി കൊടുത്ത സമയത്ത് ശിബില ഇതെല്ലാം തുറന്നു പറഞ്ഞതാണ്. യാസർ എപ്പോഴും അരയിൽ കത്തിയും വെച്ചാണ് നടക്കുന്നത്. കത്തി കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടെന്ന കാര്യം വരെ ശിബില പോലീസിനോട് പറഞ്ഞതാണ്. എന്നിട്ട് പോലീസുകാർ എന്താ ചെയ്തത്? ഇവരെ 2 പേരെയും സ്റ്റേഷനിൽ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ശിബില അതിന് തയ്യാറായിരുന്നില്ല. ഒരു പെണ്ണിനെ അനുഭവിക്കാവുന്നതിന് പരമാവധി അവൾ അനുഭവിച്ചിരുന്നു. കണ്ട ലഹരി കടിച്ചു കയറ്റി വന്ന ഒരാണിൽ നിന്നും ലൈംഗികമായ ഉപദ്രവം നേരിടേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി. പ്രണയിച്ച് ഒളിച്ചോടിയത് കൊണ്ട് തന്നെ ഒരുപാട് കാലം ഇവന്റെ ഉപദ്രവങ്ങളെ കുറിച്ചൊന്നും ആരോടും ഒന്നും പറയാതെ സഹിച്ചും ക്ഷമിച്ചു നിന്നിട്ടുണ്ട് ശിബില. ഇന്നോ നാളെയോ യാസർ നന്നാവുമെന്ന് അവൾ കരുതി, പക്ഷെ അതുണ്ടായില്ല. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോഴാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. നിയമത്തിൽ നിന്നും അവൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അതുണ്ടായില്ല. ഇനി പോലീസിന്റെ അനാസ്ഥയെ കുറിച്ച് ശിബിലയുടെ സഹോദരി പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഇപ്പൊ അടുത്ത് ഓള് പിന്നെ തെറ്റി വന്നാര ഓള് പറയലുണ്ടായി, ഓൻ പണിക്കൊന്നും പോവല്ല, രാവിലെ വിളിച്ചാൽ എണീക്കൂല, എപ്പോഴൊക്കെ 2 മണിക്കൊക്കെ ഇറങ്ങി പോവുമല്ലോ, ആരെങ്കിലും വിളിച്ചാലോണ് അങ്ങനെ പോവലുണ്ടായി. രാവിലെ വിളിച്ചാൽ എണീക്കൂല. എന്നിട്ട് താമരശ്ശേരി എവിടെ കടകളിലൊക്കെ 2-3 കടകളിലോ നിന്നിട്ട് ഒരു കടയിൽ നിന്ന് അവനെ പറഞ്ഞേച്ചതാ, അവന് കൃത്യസമയത്ത് പോവായിട്ട്. ഈ വീട്ടിലെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ശിബില. ഒരു ദിവസം ഫുഡൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഓനെല്ലാം ചോറൊക്കെ എടുത്തെറിഞ്ഞ്, പിന്നെ ഓൾക്ക് കഴിക്കാൻ ഫുഡില്ലാന്ന് ഓൻ്റെ അമ്മ വിളിച്ചപ്പം പിന്നെ മോളാ പറഞ്ഞത് ഉപ്പ ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ്. ഓക്ക് പേടിയാണ് അങ്ങോട്ട് പോവാൻ. എപ്പോഴും കത്തി ഉണ്ടാവലുണ്ട്, ഓൻ്റെ അരയിലൊരു കത്തി ഉണ്ടാവലുണ്ട് എന്ന് പറയലുണ്ട് ഓള്. വീടിനകത്തും പോലീസിൽ പരാതി കൊടുത്തിരുന്നല്ലോ. പോലീസ് പരാതി കൊടുത്തിരുന്നു. അന്നപ്പോൾ ഷഹബാസ് മോൻ്റെ എന്തോ പ്രശ്നത്തിനായിട്ട് പിന്നെ SIക്ക് ടൈമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് SIക്ക് ടൈമില്ല, അതൊരു മോൻ മരിച്ചതാണ്. പക്ഷെ അതിന് ഒരൊറ്റ പോലീസിനെങ്കിലും ഇവിടെ വന്നൊന്ന് അന്വേഷിക്കുകയോ ചെയ്യാൻ ആരും വന്നില്ല. ഓക്കെ, ശിബില കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് കേരളത്തെ പിടിച്ചു കുലുക്കിയ മറ്റൊരു സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് എന്നാണ്
സിബിലയുടെ സഹോദരി പറയുന്നത്. ആ സംഭവം മറ്റൊന്നല്ല, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഷഹബാസിനെ കൊലപാതകം. അതിനിടയിൽ പെട്ട് സിബിലയുടെ കംപ്ലൈന്റ് മുങ്ങിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ എന്തായി, ഒരു ജീവനും കൂടി നഷ്ടമായി. ഒരു പിഞ്ചു കുഞ്ഞ് അനാഥയായിട്ട് മാറി. പോലീസിന് എന്നാണ് പഠിക്കുക? സിബിലയുടെ കൊലപാതകത്തിന്റെ പാറ്റേണിൽ എത്ര സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഗാർഹിക പീഡനത്തെ തുടർന്ന് പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കും, പോലീസ് വിളിച്ചു വരുത്തി കോംപ്രമൈസ് ആക്കി വിടും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന വാർത്ത ആ പെൺകുട്ടി മരിച്ചു എന്നായിരിക്കും. ഒന്നെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേവലം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കായി കണ്ട് ലാഘവത്തോടെ എടുക്കുന്ന പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ബാക്കിയാണ് നോക്കാം. ഓന്റെ ഉമ്മന്റെ പേരിൽ കേസ് കൊടുക്കണം. ഓന്റെ ഉമ്മനെ ഒരിക്കലും വീട്ടിൽ നിർത്താത്ത. ഓന്റെ ഉമ്മ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെ വരട്ടെ. എജ്ജാതി പെർഫോമൻസ് ആയിരുന്നില്ലേ തള്ള ഇന്നലെ? നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. 8ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് യാസർ ലഹരി ഉപയോഗിക്കുമായിരുന്നു അത്ര. എന്നിട്ട് ആ തള്ള എന്താ പറഞ്ഞു? എന്റെ മോൻ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, ഇവരോട് ഒപ്പം വാശി പിടിച്ചുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. മരിച്ചു കിടക്കുമ്പോഴും ശിബിലയെ കുറ്റം പറയാനായിരുന്നു തള്ളക്ക് തിടുക്കം. അപ്പൊ പിന്നെ ഈ സഹോദരി പറഞ്ഞ പോലെ ശിബിലി ജീവിച്ചിരുന്നപ്പോ ഈ തള്ളയിൽ നിന്നും ശിബിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുറപ്പല്ലേ? ബാക്കി പറഞ്ഞോട്ടെ. ഇന്നലെ മോളോട് ചോദിച്ചു, എന്റെ അമ്മന്റെ അടുത്ത് ആക്കി തരുമോ താത്ത തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേങ്ങി കരയുന്നുണ്ട്. നല്ലോണം നെട്ടുന്നുണ്ട്. ഓള് കണ്ടതല്ലേ ഇവിടുന്ന്. ഇപ്പാണോ ഓലെ തമ്മിൽ അകറ്റാൻ നോക്കിയെന്നോ ഓൻ പറയുന്നത്. ഓളെ പേടിയോണ്ടാണ് ഓൾ അങ്ങോട്ട് ചെല്ലാത്തത്. ഒരിക്കലും ഓനെ പുറത്ത് വിടാതെ. ഞങ്ങൾക്ക് ജീവിക്കണം, മോളെ ഞാൻ നോക്കിക്കോളൂ. ഇനി മോളെ അവകാശം പറഞ്ഞ ഒരാളും ഓന്റെ ഫാമിലി ആയി, ഫ്രണ്ട്സായി, ഉമ്മായി, വാപ്പായി, ഏട്ടനായി ആരും ഇനി ഇങ്ങോട്ട് വരരുത്. ആ മോളെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്കൊരു സംരക്ഷണം വേണം. ഇനി ഇങ്ങനെ ഒന്നും ഇതാക്കരുത്. എന്റെ ഉപ്പനെ കൊല്ലൂന്നാ പറഞ്ഞത്. എന്റെ ഉപ്പക്ക് ഇവിടെ ജീവിക്കണം, അമ്മക്കും ജീവിക്കണം. എനിക്ക് നിന്റെ ഉപ്പയും ഉമ്മയേ ഉള്ളൂ, 2 മക്കളും. എനിക്ക് വേറെ സഹോദരി ആരുമില്ല. ഞാൻ ഒറ്റ എന്തൊരവസ്ഥ ആണല്ലേ. സഹോദരി കൊല്ലപ്പെട്ടു, ഉപ്പയും ഉമ്മയും വെട്ടിക്കൊണ്ട് ചികിത്സയിൽ കഴിയുന്നു. ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. യാസറുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ വീട്ടുകാർ ശിബിലയെ വിലക്കിയിരുന്നു. ഇവന്റെ ലഹരി ഉപയോഗം തന്നെയായിരുന്നു കാരണം. പക്ഷെ അവൻ ലഹരി ഉപയോഗം നിർത്തും, എന്നെ നന്നായി നോക്കും എന്നൊക്കെയായിരുന്നു അത്ര അപ്പോഴുള്ള ശിബിലയുടെ മറുപടി. 18 വയസ്സായുള്ള അന്ന് ശിബിലക്ക് ഈ ചില പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ അലമ്പായി നടക്കുന്ന ചെക്കന്മാരോട് ഒരു ഫാന്റസി ഉള്ളത് പോലെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അവന് കള്ളു കുടിച്ചാലും വേണ്ടില്ല, പെണ്ണ് പിടിച്ചാലും വേണ്ടില്ല, എനിക്ക് അവനെ തന്നെ മതി എന്നും പറഞ്ഞ് വാശി പിടിക്കുന്ന കുറെ പെൺകുട്ടികൾ. പ്രായത്തിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും പണി പാടുന്നവർക്ക് മനസ്സിലാവുക. പ്രണയമൊക്കെ നല്ലതാണ്, പ്രണയമില്ലാത്തവരായ ആരുണ്ടാവില്ല. പക്ഷെ ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നന്നായി ശ്രദ്ധിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. 18 വയസ്സ് കഴിയുമ്പോഴേക്കും പ്രണയം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കാതെ നന്നായി പഠിച്ച് സ്വന്തമായി ജോലിയൊക്കെ നേടാൻ ശ്രമിക്കുക. ശിബിലയുടെ മരണത്തിന് ഒരുപാട് പേർ അവളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിരുന്നു. മാതാപിതാക്കളെ ധിക്കരിച്ചു പോയതല്ലേ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിപ്പോ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ കോട്ടയത്ത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം. ഷൈനിയുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഭർത്താവ് മദ്യപിച്ചു വന്ന് നിരന്തരം ഉപദ്രവിക്കും. ഒടുവിൽ സൈ കെട്ട് അവൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അറേഞ്ച്ഡ് ആണെങ്കിലും ലവ് ആണെങ്കിലും കണക്ക് തന്നെ. പക്ഷെ ഇവിടെ ശിബിലയ്ക്ക് യാസർ ലഹരിക്ക് അടിമയാണെന്ന് ആദ്യമേ അറിയായിരുന്നു. എന്നിട്ടും അവൾ അവനെ ചൂസ് ചെയ്തു എന്നിടത്തുള്ളതാണ് പ്രശ്നം. അപ്പൊ എല്ലാവരും ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചെറുപ്പക്കാരോടാണ് ലഹരി ഉപയോഗത്തിലേക്ക് പോകരുത്. തമാശക്കെന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ അഡിക്റ്റ് ആയി, അവസാനം ജീവിതം തന്നെ കോഞ്ഞാട്ടായി പോകും. ഒഴിവ് സമയത്തോ വല്ല പാടത്തോ ടർഫിലോ പോയി ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാൻ ശ്രമിക്കുക. എതിർ ടീം റൺസിൽ വെള്ളം ചേർക്കുമ്പോൾ വേണമെങ്കിൽ അതിനെ ചൊല്ലി കച്ചറ ഉണ്ടാക്കിക്കോ. ഞാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് മറ്റുള്ള വയലൻസുകളിൽ ചെന്ന് ചാടരുത്. അതൊരു അപേക്ഷയാണ്. നിരന്തരമായി ഇത്തരം വാർത്തകൾ കേട്ട് മടുത്ത്. അതുകൊണ്ടാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.